ഇടുക്കി മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ഗുണ്ടുമല എസ്റ്റേറ്റ്, മാട്ടുപ്പെട്ടി ഹൈറേഞ്ച് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണത്തിനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. അടുത്ത നാളുകളിൽ കടുവയുടെ ആക്രമണവും സാന്നിധ്യവും കണ്ടെത്തിയതിനെ തുടർന്നാണ് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. മൂന്നാർ ഗുണ്ടുമല മാട്ടുപ്പെട്ടി റോഡിലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തുമായിട്ടാണ് 4 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത്. പ്രദേശത്ത് കടുവയെ നാട്ടുകാർ കാണുകയും ഒപ്പം 3 പശുക്കളെ കടുവ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പശുവിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ ഗുണ്ടുമല ഭാഗത്തും അതുപോലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഈ 2 സ്ഥലങ്ങളിലും നമ്മൾ 4 ക്യാമറ ട്രാപ്പുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇനി തുടർ നടപടികൾ സ്വീകരിക്കും. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം തന്നെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. അതേസമയം നിരന്തരമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും പശുക്കളെ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികൾ. സിറ്റി വിഷൻ, മൂന്നാർ.